ഡിയർ ചിൽഡ്രൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോക്ക് ടെയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, ഒരു ജപ്പാനീസ് ഫോക്ക് ടെയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നു ഇതുവരെ നമ്മളെടുത്ത ഭാഗം വരെയുള്ള സ്റ്റോറി? എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? എന്തായിരുന്നു? വളരെ കാലങ്ങൾക്ക് മുമ്പ് എവിടെയാണ്? ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ, അല്ലേ? ജപ്പാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ദർ ലിവ്ഡ് എ പുവർ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ഹി ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവർക്ക്. അതിൽ ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡ്, അല്ലേ, ഏറ്റവും ഇളയ കുട്ടി, അവൻ എങ്ങനെയായിരുന്നു? ലിറ്റിൽ ബോയ്. ഹി ഡിഡിൻ സീം ടു ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്, അല്ലേ? അവൻ എന്താ പറയുക, ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടി. അതുമാത്രമല്ല, അവന് എങ്ങനെയായിരുന്നു കാണാൻ? ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ, അല്ലേ? ഒട്ടും ആരോഗ്യമില്ലാത്തവനും വളരെ ചെറിയവനുമായിരുന്നു. അതേസമയം അവൻ വളരെ എന്താ പറയുക, ഹി വാസ് വെരി ക്ലവർ, അല്ലേ? വളരെ സമർത്ഥനായിരുന്നു. ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അല്ലേ? പിന്നെ മാത്രമല്ല, അവനൊരു മറ്റൊരു ക്വാളിറ്റിയും കൂടി ഉണ്ടായിരുന്നു. അവൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സദാസമയവും? ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ്, അല്ലേ? അവന് പൂച്ചകളെ വരയ്ക്കാനായിരുന്നു ഇഷ്ടം, അല്ലേ? ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് എവറി ടൈം. എല്ലാ സമയത്തും അവനിങ്ങനെ എന്താ പറയുക, പൂച്ചകളെ വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതായിരുന്നു അവൻ്റെ ഒരു ഫാൾട്ട്. അവൻ വളരെ ക്ലവർ ആയിരുന്നു, പക്ഷേ അവൻ ഇങ്ങനൊരു കുഴപ്പം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പാരൻസ് എന്ത് ചെയ്തു? അവനെ എവിടെ കൊണ്ടുപോയി? അവൻ ഹാർഡ് വർക്കിന് ഒന്നും ഫിറ്റ് ആവാത്തതുകൊണ്ട് അവനൊരു പ്രീസ്റ്റ് ആവുന്നതാണ് നല്ലതെന്ന് പാരൻസിന് തോന്നി. അതുകൊണ്ട് പാരൻസ് അവനെ എവിടെ കൊണ്ടുപോയി? ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രീസ്റ്റിനോട് എന്താവശ്യപ്പെട്ടു? അവനെ പ്രീസ്റ്റിൻ്റെ എക്ലിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. എക്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിളാണ്, അല്ലേ? ശിഷ്യൻ. പക്ഷേ അവിടെ പ്രീസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ ആ ഒരു ഹോബി തുടർന്നുകൊണ്ടേയിരുന്നു, അല്ലേ? എന്തായിരുന്നു അവൻ്റെ ഹോബി? ഡ്രോയിങ് കാറ്റ്സ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീസ്റ്റ് ഒരു ദിവസം അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്, അല്ലേ? നീ ഉടനെ തന്നെ ഈ ഒരു ടെമ്പിളിൽ നിന്ന് പോകണം. കാരണം എന്താണ്? യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്, അല്ലേ? നിനക്കൊരിക്കലും ഒരു ഗുഡ് പ്രീസ്റ്റ് ആവാൻ കഴിയില്ല. പക്ഷേ നിനക്ക് ആരാവാൻ സാധിക്കുമെന്ന് പ്രീസ്റ്റ് പറഞ്ഞു. യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, അല്ലേ? നീ ആരായിട്ട് മാറും? ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് പോകുന്നതിന് മുമ്പ് പ്രീസ്റ്റ് എന്ത് ചെയ്യുന്നു? അവനൊരു അഡ്വൈസും കൊടുക്കുന്നു, അല്ലേ? അവനൊരു ഉപദേശം കൊടുക്കുന്നു. എന്തായിരുന്നു അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ, അല്ലേ? രാത്രിയിൽ എന്ത് ചെയ്യുക? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു അവന് കൊടുത്ത അഡ്വൈസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ മീനിങ് ചോദിക്കാനുള്ള ധൈര്യം, പ്രീസ്റ്റിനോട് ചോദിക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനൊന്നും പറയാതെ തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അവനെ അവിടുന്ന് പ്രീസ്റ്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങി. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. ഇനി നിങ്ങളതിൻ്റെ ബാക്കി ഭാഗം നോക്കുക. ഇനി അടുത്ത ഭാഗം നോക്കുക, അടുത്ത പാരഗ്രാഫ്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ടെമ്പിളിൽ നിന്ന് അവൻ പുറത്തിറങ്ങി. എങ്ങനെയാണ് ഇറങ്ങുന്നത്? വെരി സോറോഫുള്ളി, അല്ലേ? സോറോഫുള്ളി, സോറോ എന്ന് പറഞ്ഞാൽ വിഷമാണ്, സങ്കടം, അല്ലേ? അപ്പോൾ വളരെ വിഷമത്തോടെ അവൻ അവിടുന്ന് പുറത്തിറങ്ങി. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു, അല്ലേ? അപ്പോൾ അവന് ആലോചിക്കുകയാണല്ലേ, അവനെ അത്ഭുതപ്പെടാണ്, ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടേക്കാണ് പോവുക. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. അപ്പോൾ അവനറിയാം, if he went straight home, അല്ലേ, അവൻ വീട്ടിലേക്കാണ് നേരെ പോകുന്നതെങ്കിൽ he felt sure, അല്ലേ, അവൻ ഉറപ്പായിരുന്നു എന്ത്? his father would punish him. അപ്പോൾ അവൻ്റെ ഫാദർ അവനെ പണിഷ് ചെയ്യും, അല്ലേ? ശിക്ഷിക്കും. എന്തിന്? for having been disobedient to the priest, അല്ലേ? ഡിസൊബീഡിയൻ്റ്, ഒബീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള, ഡിസൊബീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് അനുസരണക്കേട്, അല്ലേ? അപ്പോൾ പ്രീസ്റ്റ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരുന്നതിന് അവൻ്റെ പാരൻസ് അവനെ പണിഷ് ചെയ്യും, അല്ലെ? അവൻ്റെ ഫാദർ, അല്ലേ, പണിഷ് ചെയ്യും. അതുകൊണ്ട് എന്താണ്? സോ ഹി വാസ് എഫ്രെയ്ഡ് ടു ഗോ ഹോം. അതുകൊണ്ട് അവന് പേടിയായിരുന്നു, അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പേടിച്ചു. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away there was a very big temple. ഉടനെ തന്നെ അവൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ കടന്നു വരികയാണ്. ഹി റിമെമ്പേർഡ് ദാറ്റ്, അവൻ ഓർത്തു എന്താണ്? അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, തൊട്ടടുത്ത ഗ്രാമത്തിൽ. ആ ഗ്രാമം എവിടെയാണെന്ന് പറഞ്ഞു? 12 miles away, അല്ലേ? 12 മൈൽ ദൂരെയുള്ള ആ ഗ്രാമത്തിൽ ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ, അല്ലേ? ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. ആൻഡ് ഹി ഹാഡ് ഹേർഡ് ദർ വാസ് സെവറൽ പ്രീസ്റ്റ് അറ്റ് ദാറ്റ് ടെമ്പിൾ. അപ്പോൾ അവൻ ആ ടെമ്പിളിനെ കുറിച്ച് അവൻ നേരത്തെ കേട്ടിരുന്നു. അവിടെ ഒരുപാട് പ്രീസ്റ്റ്സ് ഉണ്ടെന്ന് അവനറിയാം. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ എക്ലിറ്റ്.
അപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? അവിടെ പോയിട്ട് അവിടുത്തെ പ്രീസ്റ്റിനോട് ചോദിക്കാം, അവരുടെ എക്ലിറ്റായിട്ട് സ്വീകരിക്കുമോ എന്ന് അവരോട് ചോദിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. ഹി മേക്കപ്പ് ഹിസ് മൈൻഡ് എന്ന് പറയുന്നു അല്ലേ. ഇവിടെ മേക്കപ്പ് ഹിസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. എന്താണ് ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ? എ ഫ്രേസൽ വേർബ് ഈസ് എ വേർബ് ഫോളോഡ് ബൈ എ പ്രിപ്പോസിഷൻ ഓർ എൻ ആഡ്വേർബ്. ഇപ്പോൾ ഒരു ആഡ്വേർബോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനോ ഫോളോ ചെയ്യുന്ന ഒരു വേർബാണ് ഫ്രേസൽ വേർബ്. ഈ ഒരു കോമ്പിനേഷൻ എന്താ ഉണ്ടാക്കുക? ദ കോമ്പിനേഷൻ ക്രിയേറ്റ്സ് എ മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിനൽ വേർബ് അലോൺ. അതിൻ്റെ കറക്റ്റ് എന്താ പറയുക, ഒറിജിനൽ വേർബിൻ്റെ മീനിങ്ങിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഫ്രേസൽ വേർബിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് പറയുക. അതിനകത്ത് വേർബും പിന്നെ അതിനോടൊപ്പം ഒന്നുകിൽ ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബോ ഒക്കെ അതിനോട് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. അത് ഒറിജിനൽ വേർബ് മീനിങ്ങിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആയിരിക്കും അതിന് ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസൽ വേർബാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ് എന്നാണ്. ഡിസൈഡഡ്, തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഫ്രേസൽ വേർബിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. ഒരുപാട് ഫ്രേസൽ വേർബ്സ് നിങ്ങൾ അതിൻ്റെ മീനിങ്സും പഠിച്ചു വെക്കണം. അപ്പോൾ ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്ലിറ്റ്ലി. അപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? ഹി ഡിസൈഡഡ് ടു ഗോ ടു ദം. അവിടെ ആ പ്രീസിൻ്റെ അടുക്ക പോയിട്ട് അവരോട് ചോദിക്കണം എന്ത്? ടു ആക്സെപ്റ്റ് ഹിം ആസ് ദെയർ അക്ലിറ്റ് അല്ലേ. അത് അവരുടെ അക്ലിറ്റായിട്ട് സ്വീകരിക്കുമോ എന്ന് ആ പ്രീസിനോട് ചോദിക്കാമെന്ന് അവൻ ഡിസൈഡ് ചെയ്തു. Now that big temple was closed up, but the boy didn't know this fact. ഇപ്പോൾ ആ ടെമ്പിളിൻ്റെ സ്ഥിതി എന്താണ്? Now that big temple was closed up അല്ലേ. ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ് ആ ടെമ്പിള്. പക്ഷേ ഈ കുട്ടിക്ക് അതൊന്നും അറിയുന്നില്ല. But the boy didn't know this fact. ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം കുട്ടി അറിയുന്നുണ്ടായിരുന്നില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഈ ഒരു കുട്ടി അറിയാതെ, അതായത് ഈ ടെമ്പിൾ കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണമായിട്ട് എന്താണ് പറയുന്നത്? ദ റീസൺ ഇറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ് അപ്പ് വാസ് ദാറ്റ് എ ഗോബ്ലിൻ ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ. അവിടെയുള്ള പ്രീസ്റ്റുകളെയൊക്കെ ഒരു ഗോബ്ലിൻ പേടിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എന്താണ് ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ? എ ഗോബ്ലിൻ ഈസ് എ മിസ്റ്റീവിയസ് അഗ്ലി ക്രീച്ചർ റിസംബ്ലിങ് എ ഡോർഫ് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ആളെ നമ്മൾ എന്ത് പറയുക? ഡോർഫ് എന്ന് പറയുക. അപ്പോൾ ഒരു വളരെ മിസ്റ്റീവിയസ് ആയിട്ടുള്ള വികൃതിയുള്ള ഒരു എന്താ പറയുക, ഒരു അഗ്ലി ക്രീച്ചർ, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു ജീവിയാണ്. അത് ഒരു മാൻ ലൈക്ക് ക്രീച്ചറാണ്, മനുഷ്യൻ്റെ രൂപമാണ് അതിന്. അപ്പം അങ്ങനെ അത് നമ്മൾ സാധാരണ ഫോക്ക് ടെയിൽസിലും അങ്ങനത്തെ സ്റ്റോറീസിലൊക്കെ കാണുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗോബ്ലിൻ, ഈ ഗോബ്ലിൻ ഇവിടെയുള്ള ടെമ്പിളിലുള്ള പ്രീസിനെയൊക്കെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചതായിരുന്നു. ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ് അല്ലേ. പൊസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൈവശപ്പെടുത്തുക. അപ്പം അങ്ങനെ ആ ഗോബ്ലിനാണ് ആ ടെമ്പിള് കൈവശം വെച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രീസ് ഒന്നും അവിടെ ഇല്ല, അവരൊക്കെ പേടിച്ച് ഓടിപ്പോയി. സം ബ്രേവ് വാരിയേഴ്സ് ഹാഡ് ആഫ്റ്റർവേർഡ് ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ് ടു കിൽ ദ ഗോബ്ലിൻ, ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ. അപ്പോൾ കുറേ വളരെ ധീരരായിട്ടുള്ള വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളാണ്. അപ്പോൾ അവരൊക്കെ പോയി എന്തിനു വേണ്ടിയിട്ടാണ്? ആഫ്റ്റർവേർഡ് ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ് ടു കിൽ ദ ഗോബ്ലിൻ. ആ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ ബ്രേവ് ആയിട്ടുള്ള വാരിയേഴ്സ് ഒക്കെ പോയി. പക്ഷെ അവരൊന്നും തിരിച്ചു വന്നില്ല. ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ അല്ലേ. അവരൊന്നും പിന്നീട് ഒരിക്കലും ജീവനോടെ ആരും കണ്ടിട്ടില്ല. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്, സോ he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ ഈ കഥകളൊന്നും അവനോട് ആരും പറഞ്ഞില്ല. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്. കുട്ടിയോട് ഈ കഥകളൊന്നും ആരും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. അവിടുത്തെ പ്രീസ്റ്റൊക്കെ അവനോട് വളരെ ദയാപൂർവം പെരുമാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ആ ടെമ്പിളിലെ വില്ലേജിലേക്ക് അവൻ നടക്കാണ്. When he got to the village, it was already dark and all the people were in bed.
But he saw a big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അപ്പോൾ അവൻ ആ വില്ലേജിൽ എത്തിയപ്പോൾ ആ വില്ലേജ് നമ്മൾ നേരത്തെ പറഞ്ഞു 12 മൈൽസ് എവേ ആണ് ആ വില്ലേജ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ വില്ലേജിലേക്ക് അവൻ എത്തുന്നപ്പോഴേക്കും സമയം എത്രയായി? ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക് അല്ലേ, നേരെ ഇരുട്ടിയിരുന്നു. ആൻഡ് ഓൾ ദ പീപ്പിൾ വെർ ഇൻ ബെഡിൽ, രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. ബട്ട് ഹീ സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റിൽ, അവിടുത്തെ മെയിൻ സ്ട്രീറ്റിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു കുന്നിൻ മുകളിലായിട്ട് ആ ഒരു ടെമ്പിൾ അവൻ കണ്ടു. ആൻഡ് ഹീ സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ അല്ലേ. അപ്പോൾ ആ ടെമ്പിൾ അവൻ എന്തും കൂടെ കണ്ടു? എ ലൈറ്റ്. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി സേ ദ ഗോബ്ലിൻ യൂസ് ടു മേക്ക് ദാറ്റ് ലൈറ്റ് ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. അപ്പോൾ ആളുകളുടെ ഈ ഗോബ്ലിനെ കുറിച്ചുള്ള സ്റ്റോറി പറയുന്ന ആളുകൾ പറയുന്നത് ആ ടെമ്പിളിൽ ആ ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചിരിക്കുന്നത് ആരാണ്? അവിടെയുള്ള ഗോബ്ലിനാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നു? ഇൻ ഓർഡർ ടു ടെംപ്റ്റ് അല്ലേ, ടെംപ്റ്റ് ചെയ്യാന്നുള്ളത് പ്രേരിപ്പിക്കുകയാണ്, ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ? ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ അല്ലേ. അതായത് ഏകാന്തമായിട്ട് തനിയെ നടന്നു വരുന്ന യാത്രക്കാരുണ്ട്, അവരെ എന്താ പറയുക, അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി, അവരെ ടെംപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി. അവർ ഇവിടെ ഒരു വെളിച്ചം കണ്ടാൽ അവരിവിടെ വന്ന് എന്ത് ചെയ്യും? ഒരു രാത്രി തങ്ങാമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ അവരെ ടെംപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ്, ഈ ഗോബ്ലിനാണ് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് ആളുകൾ, ഈ കഥ പറയുന്ന ആളുകൾ പറയുന്നത്. ദ ബോയ് വെൻ അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക്ഡ് അല്ലേ. ഇപ്പോൾ ഈ കുട്ടി ഉടനെ തന്നെ അവിടെ എത്തി, ആ ഹില്ലിൻ്റെ മുകളിലെ ടെമ്പിളിലെത്തി. അവൻ അവിടുത്തെ ഡോറിൻ്റെ മേലെ നോക്ക് ചെയ്തു. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ് അല്ലേ. അപ്പോൾ അകത്തുനിന്ന് ഒരു സൗണ്ടും ഇല്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ ബട്ട് സ്റ്റിൽ നോബഡി കെയിം. അപ്പോൾ അവൻ വീണ്ടും എന്ത് ചെയ്തു? ആ ഡോറിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരുന്നു. ബട്ട് നോബഡി വിൽ കെയിമിൽ, ആരും വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹീ പുഷ്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? കുറേ സമയം മുട്ടി മതിയായപ്പോൾ അവൻ എന്ത് ചെയ്തു? മെല്ലെ പുഷ് ചെയ്ത് നോക്കി ആ ഡോറ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഡോർ ഓപ്പൺ ആയി. കാരണം അവൻ മനസ്സിലായി ആ ഡോറ് ആരും ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അത് മനസ്സിലായപ്പോൾ അവന് സന്തോഷമായി. സോ ഹി വെൻറ്റ് ഇൻ ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോൾ അങ്ങനെ അവൻ ടെമ്പിളിൻ്റെ അകത്ത് കടന്നു. അവൻ അവിടെ എന്ത് കണ്ടു? ആ ലൈറ്റ് ബേൺ ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ ദർ വാസ് നോ പ്രീസ്റ്റ് അല്ലേ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു പുരോഹിതനും അവിടെ ഉണ്ടായിരുന്നില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അപ്പോൾ അവൻ എന്ത് ചിന്തിച്ചു? ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ അല്ലേ, ഉടനെ തന്നെ ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് വരുമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ? ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ് അല്ലേ, അവിടെ ഇരുന്ന് അവരെ വരുന്നത് വേണ്ടി അവൻ അവിടെ കാത്തിരുന്നു. ദെൻ ഹി നോട്ടീസ് ദാറ്റ് എവറിഥിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ് ആൻഡ് തിക്ലി സ്പൺ ഓവർ ദ കോബ് വെബ്സ്. പിന്നീട് അവൻ അവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെയുള്ള എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഗ്രേ വിത്ത് ഡസ്റ്റിൽ, ആകെ പൊടി മൂടി കിടക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് തിക്ലി സ്പൺ ഓവർ വിത്ത് കോബ് വെബ്സിൽ, അവിടെയുള്ള വസ്തുക്കളിൽ മുഴുവൻ എന്താണ്? ചിലന്തി വല. കോബ് വെബ്സ് എന്നാൽ ചിലന്തി വലയാണ് അല്ലേ, ചിലന്തി വല അല്ലെ മാറാല പിടിച്ചു കിടക്കുന്നു. സോ ഹി തോട്ട് ടു ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ അക്ലെറ്റ് ടു കീപ് ദ പ്ലേസ് ക്ലീൻ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവൻ എന്ത് ഉറപ്പായി? ഹി തോട്ട് ടു ഹിംസെൽഫ്, അവൻ സ്വയം ചിന്തിക്കുകയാണ് എന്താണ്? ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ എക്ലിറ്റ് അല്ലേ. ഇവിടെയുള്ള പ്രീസ്റ്റിനൊക്കെ എന്തായാലും തീർച്ചയായും അവർക്കൊരു എക്ലിറ്റിനെ വേണം, ഒരു ഡിസൈപ്പിളിനെ വേണം. എന്തിനു വേണ്ടിയിട്ട്? ടു കീപ് ദ പ്ലേസ് ക്ലീൻ, ഈ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അവർക്കൊരു ശിഷ്യനെ ഉറപ്പായിട്ടും വേണ്ടി വരുമെന്ന് കുട്ടി ചിന്തിച്ചു. ഹി വണ്ടേർഡ് വൈ ദേ ഹാഡ് അലൗഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി അല്ലേ. ഡസ്റ്റി എന്താണ്? പൊടി പിടിച്ചിരിക്കുന്നതിന് നമ്മൾ ഡസ്റ്റി എന്ന് പറയാം. അപ്പോൾ അവനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, അങ്ങനെ ഈ ഒരു ടെമ്പിളിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കിടക്കാൻ അവരെന്തുകൊണ്ടാണ് അനുവദിക്കുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം ഹവെവർ വർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ് ഗുഡ് ടു പെയിൻറ്റ് കാറ്റ്സ് അപ്പോൺ. പിന്നെ അവനെ അവിടെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്താണത്? ദർ വർ വൈറ്റ് ബിഗ് സ്ക്രീൻസ് അല്ലേ, അവിടെ വലിയ വൈറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു. ആ സ്ക്രീൻസിലൊക്കെ അവൻ എന്ത് ചെയ്യാമായിരുന്നു? ഗുഡ് ടു പെയിൻറ്റ് കാറ്റ്സ് അപ്പോൺ അല്ലേ, അവന് പൂച്ചകളെ വരയ്ക്കാൻ പാകമായിട്ടുള്ള വലിയ എന്താ പറയുക വൈറ്റ് സ്ക്രീൻസ് അവിടെ ഉണ്ടായിരുന്നു. അതവന് ആ കാഴ്ച അവന് ഒരുപാട് സന്തോഷം നൽകി. ദോ ഹി വാസ് ടയേർഡ് ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ് ആൻഡ് ഫൗണ്ട് വൺ ആൻഡ് ഗ്രൗണ്ട്
some milk, ground some ink and began to paint cats. അല്ലേ? അപ്പോൾ അവൻ ഉടനെ തന്നെ എന്ത് ചെയ്തു? Though he was tired, അല്ലേ, അവൻ വളരെ ക്ഷീണിതനാണെങ്കിൽ കൂടി he looked at once for a writing box and found one. അല്ലേ? അപ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ട്, എന്താ പറയുക, അവന് പെയിൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൻ ആ റൈറ്റിംഗ് ബോക്സും അതുപോലെ തന്നെ ഇങ്കും എല്ലാം എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? ഹി ബിഗാൻ ടു പെയിൻറ്റ് കാറ്റ്സ്. അവൻ പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very very sleepy. അപ്പോൾ അവൻ ഒരുപാട് എന്താ പറയുക വലിയ പൂച്ചകളെ വരച്ചു. അവിടെ കുറേ വരച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് തോന്നി? ഹി ബിഗാൻ ടു ഫീൽ വെരി സ്ലീപ്പി. അവന് ഉറക്കം വരാൻ തുടങ്ങി. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് ലൈയിങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദ സ്ക്രീൻസ്. അപ്പോൾ അവിടെ വലിയ സ്ക്രീൻസ് ഉള്ളത്, അപ്പോൾ അതിലൊക്കെ അവൻ പൂച്ചകളെ വരച്ചു. അപ്പോൾ അവൻ ഉറക്കം വന്നപ്പം അവൻ ഏത് അവസ്ഥയിലേക്ക് എത്തി? ആ സ്ക്രീനിൻ്റെ താഴെ തന്നെ കിടന്നുറങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് അവൻ. വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. അപ്പോൾ ഉടനെ അങ്ങനെ ഉറക്കം വരുന്ന സമയത്ത് ഹി റിമെമ്പേർഡ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ്. അല്ലേ? അവന് വരുന്ന സമയത്ത് അവൻ്റെ പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസ് ഉണ്ട്. ആ അഡ്വൈസ് അവൻ ഓർത്തു. എന്തായിരുന്നു ആ അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. അല്ലേ? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു അഡ്വൈസ് അവൻ ഓർത്തു. The temple was very large. He was all alone. And as he thought of these words, though he couldn't quite understand them, he began to feel for the first time a little afraid. And he resolved to look for a small place in which to sleep. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. അല്ലേ? അപ്പോൾ അവന് ഉറക്കം വരുന്നുണ്ട്. ആ ഉറക്കം വരുന്ന സമയത്ത് അവൻ പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് ഓർത്തു. ആ ടെമ്പിൾ എങ്ങനെയായിരുന്നു? ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. അല്ലേ? വലിയ ടെമ്പിൾ ആയിരുന്നു. ആൻഡ് ഹി വാസ് ഓൾ അലോൺ. പിന്നെ ആ ടെമ്പിൾ അവൻ ഒറ്റയ്ക്കാണ്. അല്ലേ? ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ അവൻ ഈ പ്രീസ്റ്റിൻ്റെ വാക്കുകൾ ഓർത്ത സമയത്ത് ദോ ഹി കുഡിൻ ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം, അതിൻ്റെ മീനിങ്സ് എന്താണെന്നൊന്നും അവന് മനസ്സിലായിട്ടില്ല. എങ്കിലും അവൻ എന്ത് ചെയ്തു? ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ എഫ്രൈഡ്. അല്ലേ? അവൻ ആദ്യമായിട്ടൊരു ചെറിയ പേടി തോന്നി. ആൻഡ് ഹി റിസോൾവ്ഡ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ അവന് ഇനി ഉറങ്ങാൻ ഒരു ചെറിയ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങണ്ടെന്ന് അവൻ തീരുമാനിച്ചു. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. അല്ലേ? അങ്ങനെ അവൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയൊരു റൂം അവൻ കണ്ടെത്തി വിത്ത് എ സ്ലൈഡിങ് ഡോർ. അല്ലേ? സ്ലൈഡ് ചെയ്യാൻ അങ്ങനെ തെന്നി നീക്കുക. അപ്പോൾ നീക്കാൻ പറ്റുന്ന ഒരു ഡോറുള്ള ഒരു ചെറിയൊരു റൂം അവൻ കണ്ടെത്തി. ആൻഡ് ഹി വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. അല്ലേ? അപ്പോൾ അവൻ അതിനകത്ത് കയറി ഡോറ് അടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് എസ്ലീപ്പ്. അങ്ങനെ അവിടെ കിടന്നവൻ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഇനി ഇവിടെ വരുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ നിങ്ങൾ. 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗം ഇപ്പം നോക്കാം. ഇപ്പോൾ 4th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അല്ലേ? ഇനി 5th ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡിൻ ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ. അപ്പം എന്തുകൊണ്ടാണ് ഈ കുട്ടി വീട്ടിലേക്ക് പോവാതിരുന്നത്? വെൻ ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ. അവൻ ആ ടെമ്പിളിൽ നിന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വീട്ടിലേക്കല്ല പോയത്. എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അവൻ എന്തുകൊണ്ടാണ് പോവാതിരുന്നത്? അവൻ എന്ത് ഉറപ്പായിരുന്നു? അവൻ്റെ ഫാദർ അവനെ പണിഷ് ചെയ്യും. എന്തിന്? അവൻ ഈ പ്രീസ്റ്റിനോട് ഡിസൊബീഡിയൻ്റ് ആയതുകൊണ്ട്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോവാൻ ഭയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അവിടേക്ക് പോവാതിരുന്നത്. അല്ലേ? He felt sure that his father would punish him because of his termination from the temple. അല്ലേ? അപ്പോൾ അവനെ ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്നൊക്കെ നമ്മൾ പകുതി വഴിയിൽ നിന്ന് പിരിച്ചു വിടുന്നതിനാണ് പറയുക, ടെർമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വിടുന്നതിനാണ് പറയുക. അപ്പോൾ അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട്, ഈ പ്രീസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് അവൻ്റെ പാരൻസ് ഉറപ്പിച്ചല്ല, എൻ്റെ പാരൻസ് മെയിനായിട്ടും ഫാദർ. അല്ലേ? ഫാദർ അവനെ പണിഷ് ചെയ്യുന്നു അവന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? ഹി അഫ്രൈഡ് ടു ഗോ ഹോം. Then 6th question നോക്കൂ. When the boy entered the temple, he didn't see anyone. What could be the reason? അപ്പോൾ ഈ ബോയ് അടുത്ത വില്ലേജിലുള്ള ടെമ്പിളിൽ എത്തിയപ്പോൾ ഹി ഡിഡിൻ സീ എനിവൺ. അല്ലെ? ആ ടെമ്പിൾ അവൻ ആരെയും കണ്ടില്ല, ഒരു പ്രീസ്റ്റിനെ അവിടെ കണ്ടില്ല. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരുന്നു അതിൻ്റെ കാരണം? എന്തായിരുന്നു കാരണം? അവിടെ ഒരു ഗോബ്ലിൻ ഉണ്ടായിരുന്നു. അല്ലേ? ആ ഗോബ്ലിൻ അവിടുത്തെ എല്ലാ പ്രീസ്റ്റിനെയും പേടിപ്പിച്ച് അവിടുന്ന് ഓടിപ്പിച്ചതാണ്. അല്ലേ? ഓടിച്ചതാണ്. അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ? ദ റീസൺ വാസ് ദാറ്റ് a goblin had frightened the priest away and taken possession of the place. അല്ലേ? അപ്പോൾ ആ
ആ സ്ഥലം അവർ ആ ഗോബ്ലിൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്, കൈവശപ്പെടുത്തിയിരിക്കുകയാണ്, അവിടുത്തെ എല്ലാ പ്രീസ്റ്റിനെയും പേടിപ്പിച്ച് ഓടിച്ചിട്ട്. ദെൻ അതുകൊണ്ടാണ് അവിടെ എന്താ പറയുക ഒരു പ്രീസ്റ്റിനെ അവന് കാണാതിരുന്നത്. ദെൻ 7th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹി ചൂസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്? എന്തുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ്? അപ്പം ആ പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് ഓർത്തപ്പം അവൻ എന്ത് തോന്നി? ദ ബോയ് ഫെൽറ്റ് അഫ്രെയ്ഡ് ഓഫ് ദ പ്ലേസ് അല്ലേ, ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്. അപ്പോൾ അവന് ആ വലിയ സ്ഥലത്ത് അവന് ഒരു പേടി തോന്നി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തു. ദെൻ 8th ക്വസ്റ്റ്യൻ നോക്കൂ, വേർ ഡിഡ് ദ ബോയ് ഫൈൻഡ് എ സേഫ് പ്ലേസ് ടു സ്ലീപ്പ് ഓൺ? അപ്പോൾ അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് അവൻ എവിടെയാണ് ഫൈൻഡ് ചെയ്ത് എവിടെയാണ് അവൻ കണ്ടെത്തിയത്? നമ്മൾ പറഞ്ഞു ദ ബോയ് ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റിലെ ഒരു ചെറിയൊരു റൂം അവൻ കണ്ടെത്തി, വിത്ത് എ സ്ലൈഡിങ് ഡോറിലെ അവന് നീക്കാൻ പറ്റുന്ന ഒരു ഡോറുള്ള ഒരു റൂം അവൻ കണ്ടെത്തി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഹി വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്ലേ, അതിനകത്ത് കയറി അവൻ ഡോറ് അടച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങൾ. നിങ്ങൾ ടെക്സ്റ്റ് ഇതുവരെ എടുത്ത ഭാഗം നന്നായിട്ട് വായിക്കുക, ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.